അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം അല്ലെങ്കിൽ താരകബ്രഹ്മയോഗം എന്ന് പറയുന്ന 8-ാം അധ്യായത്തിൻ്റെ ഏറെക്കുറെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു സംശയം ചോദിച്ചിട്ടുള്ളത് 18-ാമത്തെ ശ്ലോകം സ്വാമി ഒന്നുകൂടെ അത് പറഞ്ഞു തരണം. അത് വേണ്ടത്ര പറയാതെ പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്ന് ഈ അതിൻ്റെ തൊട്ട് പിറകെയുള്ള അതും മനസ്സിലായില്ല എന്ന് പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ പകലും രാത്രി എന്നൊക്കെ ഉള്ളത്. സഹസ്രയുഗ പര്യന്തം അഹർ യത് ബ്രഹ്മണോ വിദു രാത്രിം യുഗ സഹസ്രാന്തം തേ അഹോരാത്ര വിദോ ജനാഹ. ഈ രാത്രിയുടെയും പകലിൻ്റെയും രഹസ്യവും ഇതൊക്കെ അറിയുന്നത് ആരാണ് എന്ന് പറയുന്നതിൻ്റെ, അതായത് ഇതൊരു കാലഗണനയുടെ, നമ്മളിപ്പോൾ പറയുമല്ലോ ചെറിയ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ, ഇത് പലപ്പോഴും വേദാന്തത്തിലൊക്കെ പ്രയോഗിക്കുന്ന ഒന്നാണ്. അണോഹോ അണിയാൻ മഹതോ മഹിയാൻ, ഏറ്റവും ചെറുത് അതുപോലെ ഏറ്റവും വലുത്, അങ്ങനെ ഒരു വലിയ കാലദൈർഘ്യത്തെ, കാലഗണനയെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ ഒരു കണക്ക് പറയുമ്പം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അത് 1000 ചതുർയുഗങ്ങളാണ്. 1000 മനുഷ്യൻ്റെ ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. ഇനി അത്രയും ചതുർയുഗം കൂടിക്കഴിഞ്ഞാലോ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. അതായത് 2000 മനുഷ്യ ചതുർയുഗം കൂടുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാവും പകലും, ഒരു അഹോരാത്രം എന്ന് പറയും. ഇതിനെ അഹോരാത്ര വിദു ജനാഹ, ഇതിനെ അറിയുന്നവരാരാണ്? അവരാണ് ഈ മനു മുതലായിട്ടുള്ള ആളുകളൊക്കെ, മന്വാദികളൊക്കെ അത് അറിയുന്നവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സുദീർഘമായ അഹോരാത്രങ്ങളോട് കൂടിയിട്ടുള്ള ബ്രഹ്മലോകവും പുനരാവൃത്തിക്ക് വിധേയമാണ് എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതും എന്താണ്? പുനരാവൃത്തിയുള്ളതാണ്. അതുകൊണ്ട് ആ പുനരാവൃത്തി ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ്, ആ അക്ഷരത്തിലേക്ക്, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പുനരാവൃത്തി ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗണിതശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഒരു വർഷം, മനുഷ്യൻ്റെ നമ്മൾ 364-65 ദിവസം എന്ന് പറയുന്ന ഒരു വർഷം, അത് ദേവന്മാർക്കൊരു ദിവസമാണ്. അങ്ങനെയാണല്ലോ, അതാണല്ലോ നമ്മൾ ഈ വർഷാവർഷം എന്തിനാണ് ഈ തർപ്പണങ്ങളൊക്കെ ചെയ്യുന്നത്, മരണാനന്തരം ചെയ്യുന്ന ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഓരോരോ വർഷം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പലർക്കുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഇവർ ഈ വർഷത്തിലൊരിക്കലേ ഭക്ഷണം കഴിക്കുകയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണ്, ഒരു നേരമാണ്. അതുകൊണ്ട് അതൊരു ദിവസമാണ്. അങ്ങനെ 12000 ദേവവർഷത്തെയാണ് ഒരു മനുഷ്യൻ്റെ ചതുർയുഗം എന്ന് പറയുന്നത്. അങ്ങനത്തെ 4 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. അങ്ങനെ ഒരു 4 ചതുർയുഗം കൂടെ കൂടിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. അപ്പോൾ അഹോരാത്രം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെത് ഇതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ 1000 ചതുർയുഗം ബ്രഹ്മാവിനൊരു ദിവസം, 100 ബ്രഹ്മവർഷം, അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അപ്പോൾ ബ്രഹ്മാവിന് ആയുസ് കൽപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് 18-ാമത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്ന ശ്ലോകം 18-ാമത്തത്. അവ്യക്താത് വ്യക്തയ സർവാഹ പ്രഭവന്ത്യഹരാഗമേ രാത്രാഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞകേ. അതെ, ഈ അവ്യക്തം എന്ന സംജ്ഞയോട് കൂടിയിട്ടുള്ളത് എന്താണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. എന്താണ്? അഹരാഗമേ,
അഹരാഗമേ പകലിൻ്റെ വരവിൽ, അതായത് ബ്രഹ്മാവിന് പകലാകുന്ന സമയത്ത് അവ്യക്താത് ആ അവ്യക്ത പ്രകൃതിയിൽ നിന്ന് വ്യക്തയ സർവാഹ എല്ലാം വ്യക്തമാകുന്നു, പ്രകടമാകുന്നു. അപ്പോൾ ഈ കഠോപനിഷത്തിൽ നമ്മുടെ അനുഭവ ദശകളെക്കുറിച്ച് പറയുന്ന സമയത്ത് യമധർമ്മൻ പറയുന്നുണ്ട്, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹദ പരമവ്യക്തം അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ട സാ പരാഗതി. കടം പറയുമ്പോൾ അങ്ങനെയാണ്. അവ്യക്തത്തിനപ്പുറത്താണ് ഈ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രണവത്തിൻ്റെ അക്ഷരം എന്ന് പറയുന്ന ആ തലം. അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം കിഞ്ചിത്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതാണ് പരമമായ ഗതി എന്ന് പറയും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ള ഓരോന്നിനെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി പിന്നെ ഒരു പകലാകുന്നത്, നമ്മുടെ രാത്രിയും പകലും എന്താ? നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്താണ് എല്ലാം, ആര് ബിൽഗേറ്റ്സ് കിടന്നുറങ്ങുകയാണെങ്കിലും അയാളുടെ വലിയ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബിസിനസ് ശൃംഖല മുഴുവൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ സുപ്തമാണ്. ഉണർന്നു കഴിഞ്ഞാലോ എല്ലാം ആക്റ്റീവാകുന്നു, ഏതൊരാളിലും. അതുപോലെ അവ്യക്താത് അവ്യക്തത്തിൽ നിന്ന് വ്യക്തയ സർവാഹ എല്ലാ ചരാചരങ്ങളും എന്താകുന്നു? പ്രഭവന്തി ഉണ്ടാകുന്നു. രാത്രിയാഗമേ രാത്രിയുടെ വരവിൽ, ഇത് ബ്രഹ്മാവിൻ്റെ രാവാകുന്ന സമയത്ത് അവ്യക്ത സംജ്ഞകേ അവ്യക്തം എന്ന പേരുള്ള തത്ര ഏവ പ്രവിലീയതേ അതിൽ ലയിക്കുന്നു. അപ്പം നമ്മളും നിദ്രയിലാകുന്നത് അവ്യക്തത്തിലാണ് നമ്മുടെ നിദ്ര. അതുകൊണ്ടാണ് മെഡിറ്റേഷനിൽ നമ്മൾ ഈ അവ്യക്തത്തെ പ്രാപിക്കുമ്പം ധ്യാനത്തിൻ്റെ സുഖം എന്ന് ഇരുന്ന് നമ്മളതിനെ പരിഹസിക്കുന്നതല്ല, നമ്മൾ ആ അവ്യക്തത്തിലേക്ക് പ്രവേശിക്കും മെഡിറ്റേഷൻ പരിശീലിക്കുന്ന സമയത്ത്. ചിലപ്പോൾ എന്നല്ല, മിക്കവാറും അവ്യക്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? നിദ്രയാണ്. നമ്മൾ പിന്നെ അവിടെ ഒന്നും വ്യക്തമല്ല, ജാഗ്രതയില്ല, സ്വപ്നമില്ല, സുഷുപ്തിയാണ്. അതിനപ്പുറത്താണത് അവ്യക്താത് പരപുരുഷ. അപ്പം ഇത് കാരണത്തിലിരിക്കുന്നു, അതിൽ വിലയം കൊള്ളുന്നു. അത് പുലി ഉറങ്ങുകയാണെങ്കിലും നരി, ആന, ഏത് ക്ഷുദ്രജീവികളോ ഏത് സ്വഭാവമുള്ളതാണെങ്കിലും അത് അതിൻ്റെ കാരണത്തിലിരിക്കുന്നു. അതിനെയാ പിന്നെ തുടർന്ന് പറഞ്ഞത്, ഭൂതഗ്രാമ സ ഏവായം ഭൂത്വ പ്രലീയതേ രാത്രാഗമേ അവശപ്പാർത്ത പ്രഭവത്യഹരാഗമേ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ, ചോയ്സ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നാശമില്ലാത്തതുമാണ് അതിൻ്റെ പരമമായ കാരണം. ദേഹത്തിന് നാശമുണ്ട്. ഏത് വൈവിധ്യങ്ങളായിട്ടുള്ള ശരീരങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാലും പ്രകൃതിയിൽ അതിനൊക്കെ നാശമുണ്ട്. ശരീരത്തിൻ്റെ സ്വഭാവം തന്നെ എന്താ? ഇതൊക്കെ പഠിക്കണം. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി ഇതി ഷഡ്വികാരവതേ തത് സ്ഥൂല ശരീരം. ഈ 6 വികാരങ്ങൾക്ക് ഈ സ്ഥൂല ശരീരം വിധേയമാണ്. എന്താണ്? ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, വികസിച്ച്, പരിണമിച്ച്, ക്ഷയിച്ച് നശിക്കുന്നത്. അതാണ് അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി ഇതി. ഏത് നശിക്കുന്നത്? ശരീരം നശിക്കും, എന്നാൽ ജീവൻ ഇല്ല എന്ന് പറയും. ജീവനെ എടുക്കുമ്പോൾ ജീവോ ന മ്രിയതേ എന്നാണ്, അത് മരിക്കുന്നില്ല. അങ്ങനെ അവ്യക്തോക്ഷര ഇത്യുക്ത തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. നേരത്തെ പറഞ്ഞ അവ്യക്താത് പരപുരുഷ എന്ന് പറഞ്ഞു, അതാണ് എൻ്റെ പരമമായ ധാമം. അവിടെ പിന്നെ എന്തില്ല? തിരിച്ചു വരവില്ല. അപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ ചതുർയുഗവും ഇത്രയും വലിയ കാലദൈർഘ്യത്തെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്താ? അത് ഏറ്റവും
അതാണല്ലോ പണ്ടൊരു കഥ പറയുമല്ലോ, രണ്ടുപേര് ഗുരുവിനോട് എനിക്ക് എന്ന് മോക്ഷം കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ആൽച്ചുവട്ടിലിരിക്കുന്ന ഗുരു പറഞ്ഞു, ഈ ആലിൻ്റെ ഇല എണ്ണിയെടുത്താൽ എത്രയുണ്ടോ അത്ര വർഷം കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം കിട്ടുന്നു. അത് കേട്ട ഉടനെ ഒരുത്തൻ കിറങ്ങി വീണു. ഒരിക്കലും നടക്കാത്തത് എന്ന്. ഇത് ഇവരെ പരീക്ഷിക്കാനുള്ളതാണ്. മറ്റവനോ കുഴപ്പമില്ല. കാരണം എന്താ, മറ്റവൻ അപ്പോൾ അവനോട് ചോദിച്ചോ, അവൻ പറഞ്ഞു ഇതിന് പ്രശ്നമൊന്നുമില്ല, എന്താ ഇത് എണ്ണിയെടുക്കാം, ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇതിലേക്ക് ഇത് എണ്ണിയെടുക്കാം. ചിലപ്പോൾ അത് അവൻ എണ്ണുന്നതിലും എടുക്കാനായിരിക്കും. അപ്പം നിങ്ങൾ എണ്ണുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? പഴയ ആളുകളുണ്ട്, കേമന്മാരാണ്. ഈ നാളികേരമൊക്കെ വലിച്ചിങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ നാളികേരം വിൽപ്പന നടത്തുന്നിടത്ത് 1000 നാളികേരം മേടിക്കുക. അപ്പോൾ ഇത് മേടിക്കാൻ കൊണ്ടുപോണ ആൾ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി എണ്ണാനൊരു വിദഗ്ധനെയും കൂടെ കൊണ്ടുപോകും, എണ്ണിയെടുക്കും. അപ്പോൾ അവിടെയുണ്ട് എണ്ണൽ വിദഗ്ധൻ, ആ സംശയം എണ്ണിക്കോളാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് അത് ധാരണ. ഇവരെണ്ണുന്നത് കാണണ്ടേ, ടക്ക 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 ടക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് കിട്ടുകയല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1000 എണ്ണമൊക്കെ എണ്ണിയെടുക്കുക. ചിലപ്പോൾ ചിലരോട് പറയുമ്പോൾ തന്നെ കുറേ കോയിൻസൊക്കെ കൊടുത്തിട്ട് 100 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിൽക്കും, എണ്ണി കഴിയട്ടെ എന്നല്ല. എനിക്ക് വിശ്വാസമാണ് നിങ്ങളെ എന്ന് പറയും. കാരണം എന്താ, മടിയാണ് എണ്ണാൻ. വലിയ സംഖ്യയൊക്കെ ആകുമ്പോഴാണ് വലിയ നോട്ടൊക്കെ കൊടുത്താൽ എണ്ണിക്കോളും. അപ്പോൾ ആലിൻ്റെ ഇല ഈ വൃക്ഷത്തിലെ ആലില എണ്ണി എത്ര ഉണ്ടോ എത്ര വർഷം കഴിഞ്ഞാൽ നിനക്ക് മോക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുവൻ കേട്ട ഉടനെ ബോധം കെട്ടു, മറ്റവനോ അത് എണ്ണിയെടുക്കാം. അപ്പോൾ അവിടെ എന്തുണ്ട്, അതിനെ തിട്ടപ്പെടുത്താം. 10,21,212 എന്നൊക്കെ പറഞ്ഞിട്ട് ബഡ്ജറ്റൊക്കെ പറയുന്നത് പോലെ അവിടെ സംഖ്യയുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് അതിനും എന്തുണ്ട്, പരിധിയുണ്ട് എന്ന് പറയാം. ഇതോ പരിധിയില്ലാത്തതാണ്. കാരണം എന്താണ്, ദേശകാല പരിമിതി ഇല്ലാത്തത് കൊണ്ട്. മറ്റതിൽ ദേശവും കാലവും ഉണ്ട്, അതാണ് പറഞ്ഞത്. അങ്ങനെ 22ാമത്തെ ശ്ലോകത്തിൽ പുരുഷസ്സ പരപ്പാർത്ഥ ഭക്തിയ ലഭ്യ തുതന്യയ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ച്. യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തതം. അപ്പം അതിനെ സാക്ഷാത്കരിക്കുന്നതിന് ഇവിടെ ഭഗവാൻ ഇന്നലെ പറഞ്ഞു ഭക്തി എന്ന ശബ്ദം ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പം ഗീതയിൽ ഭക്തി എന്ന വാക്ക് ഉപയോഗിച്ചു. ഇനി ഇതിനെ വിസ്തരിക്കാൻ പോകുന്നത് 12ാം അധ്യായത്തിലാണ്. ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്, അനന്യയാ ഭക്തിയാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് ഇതിനെ പ്രാപിക്കാവുന്നതാണ് എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, ഭക്തിക്ക് നമ്മളൊരു സ്വതന്ത്രമായ വ്യാഖ്യാനം ചമയ്ക്കരുത്. ഭക്തിയെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധാരണയുണ്ട്. നമ്മളോട് പലപ്പോഴും പറയാറുണ്ട് ആളുകൾ, അയ്യോ സ്വാമി, ഞങ്ങൾ ഭക്തിമാർഗത്തിൽ പോകുന്ന ആൾക്കാരാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെ ജ്ഞാനമാർഗത്തിൻ്റെ ആളുകളല്ല എന്ന്. വിവരക്കേടാണ്, ഒരു സംശയവും വേണ്ട, വിവരക്കേടാണ്. നമ്മുടെ ഇവിടെ ആശ്രമത്തിലൊരു വലിയ പോലീസ് ഓഫീസർ വന്നപ്പോഴും മൂപ്പര് പറഞ്ഞു, ഇത് ഞാൻ ഒരു ഭക്തിമാർഗത്തിൻ്റെ ആളാണ്, സ്വാമിയുടെ ജ്ഞാനമാർഗത്തിൻ്റെ ആളല്ല. നോക്കൂ, IPS ആണ്. അപ്പോൾ IPSനും ഉണ്ട് ഈ ഒരു അജ്ഞാനം. അതെന്തുകൊണ്ടാണെന്നാണെങ്കിൽ ഈ ശാസ്ത്രാധിഷ്ഠിതമായി കിട്ടുന്നതല്ലാത്തത് കൊണ്ട് വരുന്നതാണ്. നമ്മൾ സ്വയമേവ കൽപ്പിക്കുന്നതാണ് ഭക്തിക്കൊരു നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെപ്പോഴും ഒരു ഭയപ്പാടോടുകൂടി ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയക്കേണ്ടുന്നതാണ്. അയ്യോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞൊരു ഭയപ്പാടോടുകൂടി എളിയവനായി ഏതു നേരം തലകുനിച്ച്
കാണുന്ന ഏതൊക്കെ ഈ ഈശ്വരനുമായി ബന്ധപ്പെട്ടതെന്ന് കരുതുന്ന സങ്കേതങ്ങളുണ്ടോ അവിടെയൊക്കെ കമിഴ്ന്ന് കിടന്ന് അങ്ങനെയുള്ള ഒരു ജീവിതം. ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി, ഷഷ്ടി, സപ്തമി, നവമി ഇതൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ വർഷവും മലയ്ക്ക് മാലയിട്ട് രാവിലെ എണീക്കുന്നത് ഇന്നത്, ഹനുമാൻ്റെ വെണ്ണ, ഗണപതിയുടെ പ്രസാദം, അത് ഇതെല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് അങ്ങനെയൊരു ഇതെല്ലാറ്റിനും ഒരു പ്രമാണമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പ്രമാണം. ഏത് കാര്യം, ആധ്യാത്മികതയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. നമ്മളിപ്പോൾ സയൻസ് പഠിക്കുകയാണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. 5 × 5 = 10. അല്ല 5 × 5 = 11 ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതിനൊരു വ്യവസ്ഥയുണ്ടല്ലോ സാറേ. അതെ. അപ്പോൾ അതിലൂടെ വേണ്ടേ നമ്മൾ പോവാൻ? അത് നിങ്ങൾ ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് എവിടുന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? എവിടുന്നാണ് ഇത് കിട്ടിയത് ഈ ശബ്ദം? അല്ലെങ്കിൽ ആരാണ് ഈ ശബ്ദത്തെ അവതരിപ്പിച്ചത്? അവിടുന്ന് തന്നെ വേണം ഇതിനെ അറിയാൻ. ഏതായാലും ഇപ്പോൾ ഇവിടെ ഭക്തിയെക്കുറിച്ചല്ല പറയാൻ പോകണം, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഭഗവാൻ ഇവിടെ ഒരു സൂചന നൽകി, ആ ശബ്ദം ഉപയോഗിച്ചു. ഇതിനു മുമ്പ് നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല. തുടർന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചത്. യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. വീണ്ടും അർജുനന് ഒരു കൊടുക്കാൻ പോവുകയാണ്. നമ്മളും കുടുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം കൺഫ്യൂഷനായി എന്ന് കരുതും. എന്താണ്? ഹേ ഭരതർഷഭ, അർജുന, എത്ര കാലേതു, ഏത് കാലേതു, കാലത്താണോ പ്രയാതാഹ ഈ ശരീരം വിട്ടുപോണത്, മരിക്കുന്നത്. മരിക്കുന്നത് നല്ലത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിട്ടുപോണത്. നമ്മളെപ്പോഴാണ് വിട്ടുപോണത് എന്നുള്ളതിന് എന്താണ്? എപ്പോഴാണ് നമുക്ക് ഈ ശരീരത്തിൽ ഞാനെന്ന അഭിമാനം വിടുന്നത്? സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ഏത് കാലത്താകട്ടെ പ്രയാത യോഗികൾ അനാവൃത്തിം യാന്തി. പിന്നെ എന്താണ്? അനാവൃത്തിം യാന്തി, തിരിച്ചുവരവില്ലാത്ത ആ മോക്ഷത്തെ യാന്തി പ്രാപിക്കുന്നു. എത്ര കാലേതു, ഏത് കാലത്താകട്ടെ യോഗിനഃ പ്രയാതാഹ യോഗിനഃ ആവൃത്തിം ഏവ യാന്തി, അവർക്ക് തിരിച്ചുവരവുള്ളത്. തം കാലം വക്ഷ്യാമി, ആ കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഏത് കാലത്ത് ശരീരം ഉപേക്ഷിക്കുമ്പം തിരിച്ചുവരവില്ല, ഏത് കാലത്ത് ശരീരം ഉപേക്ഷിച്ചാൽ തിരിച്ചുവരവുണ്ട്. ഇതും നമ്മുടെ നാട്ടിലെ വലിയൊരു ഊരാക്കുടുക്ക് പോലത്തെ ഒരു പ്രമാണം, വിശ്വാസമാണ്. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഉത്തരായണവും ദക്ഷിണായനവും. ഏത് സമയത്ത് മരിക്കുമ്പോഴാണ് മോക്ഷം കിട്ടുന്നത്? ഏത് സമയത്ത് മരിച്ചാൽ മോക്ഷം കിട്ടാതെ വീണ്ടും തിരിച്ചുവരവുണ്ട്. ഇതിനെ ഗീതയിലെ ഈ ശ്ലോകങ്ങളെയൊക്കെ ആധാരമാക്കിക്കൊണ്ട് ചിലതൊക്കെ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഹിന്ദുമതത്തിൽ കുറേ അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ വസുപഞ്ചകം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏടാകൂടങ്ങളൊക്കെ അവസാനം ചെന്നെത്തിയ ഇതിലാണ്. മര്യാദയ്ക്കല്ല ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ പെടും. അപ്പം അതുകൊണ്ട് ഭഗവത്പാദർ ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. ഭാഷ്യത്തിലുണ്ട്, അല്ലാതെ ഗ്രന്ഥത്തിലുണ്ട്. അല്ലാത്ത ഗ്രന്ഥത്തിൽ പറയുമ്പോൾ പറയുക, ആചാര്യസ്വാമികൾ കുറച്ച് കടന്നാ പറയണം. ശരീരം ഉപേക്ഷിക്കുന്നത് കാശിയിലാകട്ടെ, ഏതെങ്കിലും പുണ്യധാമത്തിലാകട്ടെ, നിങ്ങൾ നികൃഷ്ടം എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു വേശ്യയുടെ ഗൃഹത്തിലാകട്ടെ, അത്രയും പറയുന്നുണ്ട്. ജ്ഞാനിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ജ്ഞാനം കിട്ടിയ ആളെ സംബന്ധിച്ച് രണ്ടും കണക്കാണ്.
എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മരത്തിലെ ഇല വീഴുന്നത് ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ അഴുക്ക് ചാലിലായിരിക്കാം. കോപേത ഒന്നുമില്ല എന്ന് പറയാം. മരണത്തിൻ്റെ ദിവസമോ സമയമോ അല്ല പ്രധാനം, മരണത്തിന് മുമ്പ് നിങ്ങൾ ഈ സത്യത്തെ അറിയുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ അതാണ് സമയം. പണ്ട് ചിന്മയാൻ സ്വാമികളോട് വിളക്ക് കത്തിക്കാൻ നേരത്തെ നമ്മുടെ എറണാകുളത്ത് മിഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ എന്ന സമയത്ത് ഇപ്പോൾ സ്വാമിജി ഇതാണ് കിഴക്ക് എന്ന് പറഞ്ഞു. സ്വാമിജി സ്വാമിജി ആ ഒരു ഇതിലാണ്, അതെപ്പോഴും അങ്ങനെയായിരിക്കും. സ്വാമിജി പറഞ്ഞു, അമ്മേ ഞാൻ തിരിയുന്നിടാണ് കിഴക്ക് എന്ന്. പിന്നെ ഒന്നുമില്ല എന്ന് പറയാം. അതെ, അപ്പോൾ ഇയാളൊരു അഹങ്കാരിയാണല്ലോ എന്ന് വേറെ ചിലർക്ക് കേൾക്കുന്നവർക്കൊക്കെ തോന്നാം. അതാണ് ബോധ്യം. എന്തായാലും ഇവിടെ ആ 2 ഉത്തരായണവും ദക്ഷിണായനവും പറയുക. അഗ്നിർ ജ്യോതിരഃ ശുക്ലഃ ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. അഗ്നി ജ്യോതി അഹ ശുക്ല ഷണ്മാസ ഉത്തരായണം. അഗ്നി തന്നെ, എരിയുന്ന അഗ്നി. ജ്യോതിഹി ജ്യോതിസ്, ജ്യോതി എന്ന് പറയുമ്പോൾ പ്രകാശം, വെളിച്ചം. അഹ പകൽ. ഇത് 3 ജ്യേഷ്ഠാനുജന്മാരാണ്. അഗ്നിയാണെങ്കിലും ജ്യോതിയാണെങ്കിലും പകലാണെങ്കിലും. ശുക്ല വെളുത്ത പക്ഷം, ശുക്ലപക്ഷം. ഇത് കൂടിയിട്ടുള്ള ഷൺമാസ, 6 മാസം. ആ 6 മാസക്കാലം ഉത്തരായണം. ആ ഉത്തരായണ കാലത്തിൽ, ഇതിനെയാണ് ഭീഷ്മർ ഉത്തരായണം കാത്തിരുന്നു എന്നൊക്കെ പറയുന്നത്. ആ ഉത്തരായണ കാലത്ത് തത്ര പ്രയാത, ആ സമയത്ത് ദേഹം വിട്ടു പോകുന്ന ബ്രഹ്മവിദ, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ജനാഹ, അവർ ബ്രഹ്മവിദ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുള്ളവർ. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. അവരെന്താണ്? ബ്രഹ്മ ഗച്ഛതി, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അവർ പ്രാപിക്കുന്നു. എന്തിനെ? ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അല്ലാത്തവരോ? ഇപ്പോൾ ഉപനിഷത്ത് ഈശാവാസ്യത്തിൽ പറയും, എന്താ പറയുക? അസുര്യ നാമതേ ലോകാഹ അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ അനേജദേകം മനസോ ജവീയോ നൈനദ്ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠതി തസ്മിന്നപോ മാതരിശ്വാ ദധാതി. അസുര്യ നാമതേ ലോകാഹ, ആസുരമെന്നൊരു ലോകമുണ്ട്. അന്ധേന തമസാവൃതാഹ, ഇരുട്ടുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. അവരതിലേക്ക് പ്രവേശിക്കും. ആരതിലേക്ക് പ്രവേശിക്കുന്നു? അവിദ്യയെ ഉപാസിക്കുന്നവൻ. വിദ്യയെ ഉപാസിക്കുന്നവൻ അതിലും കൂരിരുട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഉപനിഷത്ത് പറയും. പലതുണ്ടെന്ന് കരുതുന്നവർ. ആ ഇരുട്ടിൻ്റെ മാർഗത്തെക്കുറിച്ച് പറയുക. ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി പ്രാപ്യ നിവർത്തതേ. അപ്പോൾ ഉത്തരായണത്തിൽ തിരിച്ചുവരവില്ലാത്ത പോക്ക്. ദക്ഷിണായനത്തിൽ എന്താണ്? ഇതാ അവിടെ പറയുന്നു. ധൂമഃ
രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമ പുകയാണ് എന്ന് പറയും. നമ്മൾ ചില ആളുകളൊക്കെ മരിക്കുന്ന ആ മരിച്ച ദിവസം ചില ഭയങ്കര ജാതി ചില എന്താ പറയുക, ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം വ്രതം എടുത്ത് ജീവിതത്തെ ഇങ്ങനെ തീർക്കുന്നവരുണ്ട്. ശ്മശാനത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയും ആ ശരീരം ഉണ്ടല്ലോ അത് കത്തുന്നില്ല കേട്ടോ, ഇങ്ങനെ പുകഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അവിടെ എല്ലാവരും പറയുക ആ ശ്മശാനം അത് തീ കൊടുത്ത ആൾ തന്നെ അവിടെ അതൊക്കെ നോക്കുന്ന ആൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അയാൾ മണ്ണെണ്ണയും ഡീസലും പെട്രോളും ഒക്കെ ഒഴിച്ചു നോക്കി എന്നിട്ടും കത്തുന്നില്ല. അങ്ങനെ എജ്ജാതി തള്ളുന്ന വിദ്വാന്മാരുണ്ടെന്നറിയോ. അതിന് പല കാരണങ്ങളുണ്ടാവും. നിങ്ങളുടെ വിറക് നനഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ മരണത്തിൽ വീണ്ടും ലക്ഷണം പറയുക. അങ്ങനെ മൃതശരീരം കത്തുന്ന മൃതശരീരത്തിന് ലക്ഷണം പറയുന്ന ആളുകളുണ്ട്. അവിടുന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പം ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. മറ്റോ പറയും പെരും മഴയാണ്, മഴയത്ത് കൊണ്ട് വെച്ചിട്ടും കാണണ്ടേ, തീജ്വാല ഇങ്ങനെ ആകാശം മുട്ട ഉയർന്നു, അങ്ങനെ അതുവഴി പോകുന്ന പ്ലെയിന് തിരിച്ചു വിട്ടു എന്നാണ് പറയുക. അജാതി തള്ളലൊക്കെ തള്ളു. തള്ളൽ മാമന്മാരുള്ള നാടാണല്ലോ നമ്മുടേത്. അതിൽ PhD എടുത്ത വിദ്വാന്മാരുണ്ട്. അപ്പോൾ ധൂമഹ പുക, രാത്രി, കൃഷ്ണപക്ഷം, കറുത്ത പക്ഷം, കറുത്ത വാവ്, ഷൺമാസ, ഇങ്ങനെയുള്ള 6 മാസക്കാലം ദക്ഷിണായനം. ആ ദക്ഷിണായനത്തിൽ പോയവരോ തത്ര പ്രയാത, ആ വിട്ടുപോയവർ അവരാരാണ്? ബ്രഹ്മത്തെ അറിയാത്തവരാണെന്നാണ്, ബ്രഹ്മജ്ഞാനികളല്ലാത്തവർ. അവർക്കെന്താണ്? ചന്ദ്രമസം ജ്യോതിഹി, ആ ചന്ദ്രൻ്റെ ജ്യോതിസിനെ പ്രാപിച്ചിട്ട് പ്രാപ്യ നിവർത്തതേ, അവർ തിരിച്ചു വരുന്നു. അവർക്ക് തിരിച്ചു വരവുണ്ട്. മറ്റവർ സൂര്യൻ്റെ ഇതിലാണ്. ഇങ്ങനെയാണ് ഈ സൂര്യവംശവും ചന്ദ്രവംശവും. സത്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഭാഷ്യത്തിൽ ആ സമയത്ത് അവിടെ പറയുന്നുണ്ട് ജ്ഞാനപ്രകാശത്വാത് ശുക്ല എന്ന്. എന്താ ജ്ഞാനപ്രകാശത്വാത് ശുക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജ്ഞാനത്തെ ആരാണോ സ്വീകരിക്കുന്നത്, ജ്ഞാനത്തെ തന്നെയാണ് ശുക്ലം എന്ന് പറയുന്നത്. അപ്പോൾ ശുക്ലവും കൃഷ്ണവും, വെളുത്ത പക്ഷം കറുത്ത പക്ഷം, അങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ബാഹ്യമായ ഏതെങ്കിലും ഈ പറഞ്ഞ ഇതൊക്കെ എണ്ണി സമയം ഇതിൻ്റെ മരണം കഴിഞ്ഞ് ഇത്രാം തീയതിയാണ് അതിൻ്റെ ചടങ്ങ് വരുന്നത്, 16 അസ്ഥിയൊഴുക്ക് വരുന്നത് അപ്പോഴാണ്. അപ്പോൾ അത് മാസം മാറിക്കഴിഞ്ഞു. ഈ മാസത്തിൽ നിന്ന് എന്താ പറയുക, കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു ദുർമരണമാണ്, അത് വസുവഞ്ചകമാണ്, അത് വീട്ടിലുള്ള മറ്റ് 5 പേരും കൂടെ തട്ടിപ്പോവാൻ മരിക്കാൻ കാരണമാണ്. അപ്പോൾ അതിന് വലിയൊരു ചാർത്ത് തന്നിട്ട് ഇന്നെന്ന പൂജാദികളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ആളുകളെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഇതിൻ്റെ ഭാഗമാണ്. മരണവും മരണാനന്തര ചടങ്ങും ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. തുടർന്ന് പറയുന്നു, ശുക്ലകൃഷ്ണേ ഗതിഹ്യേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, പുക, രാത്രി, കറുപ്പ്, ഇതെല്ലാം അജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങളാണ്. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. ഭാഷ്യകാരന്മാരൊക്കെ അങ്ങനെയാണ് പറയുക, ആചാര്യസ്വാമികൾ മുതൽ. ശുക്ലകൃഷ്ണേ ഗതിഹ്യതേ, ശുക്ലകൃഷ്ണേ, ശുക്ലവും കൃഷ്ണവുമായിട്ടുള്ള, കറുപ്പും വെളുപ്പുമായിട്ടുള്ള ഏതേ ഗതി, ഈ ഗതികൾ ജഗത ശാശ്വതേ മതേ, ഈ ജഗത്തിൻ്റെ ശാശ്വതങ്ങളാണ് എന്ന അഭിപ്രായമുണ്ട്. ഏകയാ അനാവൃത്തിം യാതി, ഒന്നിലൂടെ എന്താ പറയുക, മോക്ഷത്തെ, പിന്നെ തിരിച്ചു വരവില്ലാത്ത, അതാണ് ശുക്ലപക്ഷത്തെ. അന്യയ, മറ്റൊന്നിലൂടെ പുനഃ ആവർത്തതേ,
വീണ്ടും തിരിച്ചു വരവ്. അപ്പം ഞാൻ ശരീരമാണ് എന്ന മിഥ്യാജ്ഞാനത്തെയാണ് മരണം എന്ന് പറയാം. മറിച്ച് ഞാൻ ആത്മാവാകുന്നു എന്നാരാണോ സാക്ഷാത്കരിക്കുന്നത്, അത് തന്നെ മോക്ഷം. അത് വെളുപ്പിൻ്റെ മാർഗമാണ്, സത്വമാർഗമാണ്. നചികേതസ് എന്ന് പറഞ്ഞാൽ അതാണ്. തുടർന്ന് പറയുന്നു, നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. അർജുന, ഹേ പാർത്ഥ, അതുകൊണ്ട് ഏതേ ശ്രുതി, ഈ രണ്ട് മാർഗങ്ങളും കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും, ജാനന് കശ്ചന യോഗി, അറിയുന്ന ഒരു യോഗിയും നമുഹ്യതി, മോഹിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തസ്മാത്, അതുകൊണ്ട്, സർവേഷു കാലേഷു, അപ്പോൾ ഈ രണ്ട് കാലങ്ങളെയും ഇവിടെ തന്നെ ഭഗവാൻ തന്നെ ഡിനൈ ചെയ്യുകയാണ്. ഉത്തരായണാവട്ടെ ദക്ഷിണായനാവട്ടെ, കാലേഷു യോഗയുക്ത ഭവ, നീ യോഗത്തോടു കൂടിയവനായിത്തീരൂ. അതിനെ സാക്ഷാത്കരിക്കുന്ന, അതിലേക്ക് നിന്റെ ശ്രദ്ധയെ വയ്ക്കും. മറിച്ച് ഈ ദേശവും കാലവും അല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഈ നമുക്ക് ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമാർന്ന ഒന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ എന്താ പറയുക, ഭിക്ഷുഗീത എന്ന് പറയുന്നത്. ഭിക്ഷുവിൻ്റെ ഒരു പറച്ചിലുണ്ട്. അത് മൂപ്പര് വലിയ ധനികനായിരുന്നു. അത്ര ധനമുള്ള ആരും ആ ദേശത്ത് തന്നെ ഇല്ല. അത്രയും വലിയ ധനമുള്ള ആളാണ്. ഇയാളുടെ ധനമൊക്കെ നഷ്ടപ്പെട്ടു. ഓരോരുത്തരും ഇങ്ങനെ പിടിച്ചു പറിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും അങ്ങൊരു എല്ലാം എടുത്ത് കൊടുത്ത് ചുരുക്കി പറഞ്ഞാൽ അങ്ങൊരു പരമദാരിദ്ര്യാവസ്ഥയെ പ്രാപിച്ചു. അത്രയും വലിയ ദാരിദ്ര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയെ, ഉന്നത പദവിയിലിരുന്ന ആളാണ്. അങ്ങനെ അവസാനം അദ്ദേഹം ഈ ഭിക്ഷ എടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലും ആളുകൾ എന്താ പറയുക, അതിൽ മണ്ണ് വാരിയിടുക. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് മലമൂത്ര വിസർജനങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് നേരെ അതൊക്കെ പ്രയോഗിക്കുക എന്നുള്ളത് വരെ ആയി. അതായത് ഏറ്റവും നിന്ദ്യമായ ഒരവസ്ഥയെ എത്തി. എങ്ങനെ ഇരുന്ന ആളാണ് നോക്കണം. ആ മൂപ്പർക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിൻ്റെ ഈ കുലുക്കമില്ലായ്മയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് മൂപ്പരുടെ ഒരു തെളിവാർന്ന ഉറപ്പുറ്റ ഒരു നിലപാടിൻ്റെ ഉറച്ച പാട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഭിക്ഷുഗീതം എന്ന് പറയുന്നത്. അല്ല, ആദ്യത്തെ ആ 4 വരി നമ്മുടെ വീട്ടിൽ ചില്ലിട്ട് വെക്കണം. ഇതാണ് എൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയാൻ പറ്റിയത്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിച്ചാത്തനും വീട്ടിൻ്റെ പരിസരത്തേക്ക് വരില്ല. ഇതാ അദ്ദേഹം പറയണത്. നായം ജനോമേ സുഖദുഃഖഹേതുഹു നദേവദാത്മാ ഗ്രഹകർമ്മകാലാഹ മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് യഥാ ന അയം ജനഃ. ഈ ആളുകൾ ആരെങ്കിലും ആണോ എൻ്റെ ദുഃഖത്തിന് കാരണം? ന അയം ജനഃ നായം ജനോമേ സുഖദുഃഖഹേതുഹു. സുഖത്തിനാണെങ്കിലും ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ഹേതു ഏതെങ്കിലും ആളുകളല്ല, വ്യക്തിബന്ധങ്ങളല്ല. ഇനി ഏതെങ്കിലും ദേവതകളാണോ, കർമ്മമാണോ, കാലമാണോ, രാഹുവാണോ, ചൊവ്വയാണോ, ബുധനാണോ? അല്ല. നായം ജനോമേ സുഖദുഃഖഹേതുഹു ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാഹ. ഗ്രഹവും അല്ല, ഗൃഹവും അല്ല, കർമ്മവുമല്ല, കാലവുമല്ല. പിന്നെന്താ? മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് യഥാ. ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ്? മനഃ ഏവ. മനസ്സാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. മൂപ്പരെ അനുവദിക്കുന്നുവെങ്കിൽ മാത്രമേ ഇത്തരം ഏടാകൂടങ്ങളൊക്കെ ഉള്ളൂ.
അല്ലെങ്കിലോ ഇല്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? സർവേഷു കാലേഷു യോഗയുക്ത ഭവ. യമകണ്ഠകാലമാണോ, ഗുളികകാലമാണോ, ആ കാലമാണോ, ഈ കാലമാണോ, ഇതൊക്കെ പറയാൻ ജ്യോത്സ്യന്മാരുണ്ടാവും. നിങ്ങൾ അത് നോക്കണോ, ഇത് നോക്കണോ, ചൊവ്വാഴ്ച വണ്ടി മേടിക്കണോ, ഞായറാഴ്ച വണ്ടി വിൽക്കണോ, മുടി വെട്ടുന്നതിന് വരെ ദിവസമുണ്ട്. നഖം മുറിക്കുന്നത്, മുടി വെട്ടുന്നത്. ഇങ്ങനെ നോക്കി 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 ഇപ്പം എന്താണ്? ഈ അധ്യായത്തെ ഭഗവാൻ ഉപസംഹരിക്കുന്നു. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. വേദേഷു യജ്ഞേഷു തപസ്സു ച ഏവ. വേദേഷു വേദങ്ങളിൽ, യജ്ഞേഷു യജ്ഞങ്ങളിൽ, തപസ്സു തപസ്സുകളിൽ, ദാനേഷു ദാനം കൊടുക്കുന്നതിൽ, യത് പുണ്യഫലം പ്രതിഷ്ഠം, ഇതിലൊക്കെ പുണ്യമുണ്ട്. ഈ കർമ്മങ്ങൾക്കൊക്കെ പുണ്യഫലം പ്രതിഷ്ഠമാണ്, അത് ഉണ്ട്. എന്ത് പുണ്യഫലം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുവോ യോഗി ഇതം വിദിത്വ, യോഗി ഇതിനെ അറിഞ്ഞിട്ട്. യോഗി യോഗി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അന്യമായ ഒരു യോഗിയെ കൊണ്ടുവരരുതേ. ഈ യോഗത്തെ പരിശീലിക്കുന്നവൻ ആരാണോ അവൻ യോഗി. ആ യോഗി ഇതിനെ അറിഞ്ഞിട്ട് അത്യേതി, അതിനെ അതിക്രമിക്കുകയും ചെയ്യും. എന്നിട്ടോ ആദ്യം പരം സ്ഥാനം ഉപൈതി, ആ മൂലകാരണമായിട്ടുള്ള യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് പറഞ്ഞതിനെ ഉപൈതി പ്രാപിക്കുന്നു. മറ്റവരൊക്കെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ലൊട്ടിലൊടുക്കുകളെ കൊണ്ട്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. ഇങ്ങനെ ഭഗവത്ഗീത അഷ്ടമോധ്യായ അക്ഷര താരക ബ്രഹ്മയോഗ അഷ്ടമോധ്യായ. ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്ത് അർജുനനും കൃഷ്ണനും തമ്മിലാകുന്ന സംവാദം ഇവിടെ 8-ാം അധ്യായം ഉപസംഹരിക്കുന്നു. രാജവിദ്യ രാജഗുഹ്യ യോഗം 9-ാം അധ്യായം. രാജവിദ്യ, വിദ്യകളിൽ റോയൽ നോളേജാണ്. അതുപോലെ തന്നെ രാജഗുഹ്യമാണ്, രഹസ്യങ്ങളിൽ ഏറ്റവും റോയൽ സീക്രട്ടാണ്. അർജുന, നാളെ പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.